എല്ലാവരും കടമെന്നല്ലേ വരുന്നു, കടം വിടാനുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സ്വലാത്ത് എല്ലാ ഒരു ദിവസം രാപ്പകലിന്റെ ഇടയിൽ നിസ്കാരത്തിന്റെ പറയുന്നൊന്നുമില്ല, 33 പ്രാവശ്യം ചെല്ല. നന്നക്കടണ്ടെങ്കിൽ 360 പ്രാവശ്യം ചെല്ല. പക്ഷേ കടം വീടാനെന്ന് കരുതി ചെല്ലണ്ട, അപ്പൊ അവര് ദുന്യവിയായി പോകും. എന്തെല്ലാം നമ്മൾ പഠിക്കാൻ സലാത്തങ്ങ് ചൊല്ലിക്കോളൂ. ഈ പൊന്മള ഒരു ദിവസം എന്റെ സലാത്തിന് വന്നു, തിരുവനന്തപുരത്ത് ഒരാളെയും കുട്ടി വന്നു. ഞാൻ ഇന്ന് വന്നത് എന്താണെന്നറിയോ തങ്ങളെ, എന്റെ കൂടെ ഒരാളുണ്ട്. തങ്ങൾ എപ്പോഴോ കിളപ്പം നിർത്തിയിട്ട് പറഞ്ഞിന് കടം വീടിനൊരു സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ട് അയാളെ ചൊല്ലി അയാൾക്ക് ഒരുപാട് കടണ്ടേ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ സാധാരണ റൂമിൽ പോയി കെട്ടി പിടിച്ച് കയറുമ്പോൾ കിടക്കല്ലോ, അവൾ എണീറ്റ് പുറത്ത് നോക്കുമ്പോ ഒരു പൊതി കിട്ടി. പൊതിയിൽ പണ. അപ്പൊ അങ്ങനെ വെച്ചിട്ട് ആരെങ്കിലും വീണുപോയതാവും എന്ന് മനസ്സിലാക്കി എടുത്തു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോ എടുത്ത ഒരാൾ വന്ന് പറഞ്ഞ്, വൈകുന്നേരം നിങ്ങൾക്ക് ആ ഒരു പൊതി കിട്ടി അവിടുന്ന്. ആ കിട്ടി, അത് നിങ്ങൾക്കുള്ള എടുത്തു വരുന്നത്. ആളെ ചെയ്തിട്ടുമില്ല. അപ്പൊ അയാൾ നല്ല തുറന്നു നോക്കിയോ, 6000 ദിർഹമുണ്ട്. ഉറുപ്പിയല്ല, 6000 ദിർഹമുണ്ട്. പെൺമകളോട് ചോദിച്ചോ, അല്പ പോയി. അപ്പൊ ആ സംഗതി തങ്ങളോട് പറയാൻ വന്നതാണ്. ആ വിചാരിച്ച് എനിക്ക് 6000 ദിർഹം ചെല്ലാനും ശരിയാവില്ല കേട്ടോ. അപ്പൊ നമുക്ക് പണം ഇങ്ങനെ പൊലിങ്ങനെ കിട്ടുമെന്ന് ചോദിക്കില്ല, ഏതോ വിധത്തിൽ അള്ളാഹു വിട്ടില്ല. അപ്പൊ അയാളെ എല്ലാ കടും അതുകൊണ്ട് തീർന്നു പോയി, സുഖമായി. അങ്ങനെയാണ്. അപ്പൊ ഈ 2 സ്ഥലത്തും ചൊല്ലിക്കൊല്ലു, രണ്ടും നിങ്ങൾക്കെല്ലാം അനുവാദം തന്നു. എന്നോട് ചോദിക്കാനും വേണ്ട. മൈലന്മാർക്ക് മുത്തലക്കായിദാത്ത് കൊടുക്കാനും സമ്മതം, സാധാരണക്കാരിക്കല്ല. ഇജാസത്തൻ മുത്തലക്കത്തെന്ന് പറഞ്ഞാൽ കൊടുക്കും ചെയ്യാം. ഈ സംഭവം